സോ ആ പറഞ്ഞ പോലെ നമ്മളിന്ന് മെൽബൺ സിറ്റിയിലോട്ട് പോവാണ്. പക്ഷെ നമ്മൾ കാറിലല്ല, നമ്മൾ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്ന് മെൽബണിലെ ട്രെയിനിൽ കയറാൻ പോവാണ്. അപ്പോൾ ട്രെയിൻ കയറാൻ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. ഫ്ലിൻഡർ സ്ട്രീറ്റിലോട്ടുള്ള ട്രെയിനിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി നമുക്ക് ട്രെയിനിൽ കയറാം. ഇവിടെ ട്രെയിൻ കയറുന്നതിനും ഇറങ്ങുന്നതിനും മുന്നേ ഈ സ്വിച്ച് അമർത്തിയാൽ മാത്രമാണ് അതിൻ്റെ ഡോറ് തുറക്കുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. നല്ല അടിപൊളി ട്രെയിനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണമെങ്കിലും മുന്നേ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ബസ്സിൽ കയറിയത് ഭയങ്കര കോമഡി ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗൂഗിൾ ഇപ്രാവശ്യം ട്രെയിനിൽ എൻ്റെ കൂടെ വന്നത്. അങ്ങനെ നമ്മൾ എന്തായാലും സിറ്റിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് സിറ്റിയിലേക്ക് പോവാണ്. നമ്മളിതാ സിറ്റിയിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള വ്യൂ. അടിപൊളിയല്ലേ? ഫസ്റ്റ് ലുക്ക് എന്തായാലും അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? നമുക്കിനി എന്തായാലും നടക്കാം. ഇനി കുറച്ച് നടക്കണം. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ. എന്തായാലും നല്ല രസമായിരുന്നു ആ മഴയൊക്കെ, ചെറിയ തൂളൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ. ലൈറ്റും കാര്യങ്ങളും ഫ്ലവേഴ്സും ഒക്കെ. അപ്പോൾ നമ്മൾ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. ആ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒരു ഐസ്ക്രീം ട്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ താരം ആ ഐസ്ക്രീമാണ്. ദിസ് ഈസ് ദ ഐസ്ക്രീം. ഇതിൻ്റെ പേരാണ് ചിമ്നി കോൺ ഐസ്ക്രീം. വേറൊന്നുമല്ല, വേഫിൾ കോണിന് പകരം ചിമ്നി കോണാണ്. ആ ചിമ്നി കോൺ നിറച്ച് ബ്രൗണി സ്റ്റഫ് ചെയ്തേക്കാണ് പുറത്ത് ഐസ്ക്രീമും. ഈ ഐസ്ക്രീമിൻ്റെ മുകളിലുള്ള ടോപ്പിങ്സിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ദുബായ് വൈറൽ ചോക്ലേറ്റിൻ്റെയാണ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഫ്ലേവർ. എന്തായാലും റെക്കമെൻഡേഷൻ പാളിയില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് മാത്രമല്ല, ഗൂഗിളിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി 2 വാങ്ങാൻ നിന്നപ്പോൾ അവർ തന്നെയാണ് കേട്ടോ പറഞ്ഞത് 2 വാങ്ങി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല, ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്യായിരിക്കും നല്ലത്. എന്തായാലും അതും ഒരു നല്ല റെക്കമെൻഡേഷനായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് പിന്നെ തിരിച്ചു പോവാം. അപ്പം നമുക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം, ഐസ്ക്രീം കഴിക്കുക, ട്രെയിൻ കയറുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ നടന്നു പോവാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലിൻഡർ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണാൻ. അടിപൊളിയല്ലേ? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷോർട്ട് ട്രിപ്പ്. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. എന്തായാലും നെക്സ്റ്റ് ഒരു ട്രിപ്പിന് നിങ്ങളെ വീണ്ടും കൊണ്ടുപോകാം. അതുവരേക്കും ബായ്.